ഓക്കെ, ശ്രീ ശ്യാംരാജ്, ഇവിടെ അധികാരം കിട്ടിയാൽ ക്ഷേത്രക്കുള്ള പ്രതികളെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മോഷ്ടിക്കുന്നവരെ പിടിക്കുമെന്നാണ് മോദി പറയുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരനും കെ സുരേന്ദ്രനും ഈ ചർച്ചയിൽ പി ശ്യാംരാജും പറയട്ടെ. പ്രധാനമന്ത്രി വന്നു നിന്ന് ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങളെ ജയിപ്പിച്ച് ഞങ്ങളെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ ഈ പ്രതികളെ ഞങ്ങൾ പിടിച്ചു തരാം. അത് രാഷ്ട്രീയ മുതലെടുപ്പുള്ള നീക്കമല്ലേ? പണ്ട് ശ്രീധരൻപിള്ള ശബരിമല സുവർണാവസരകാലം എന്ന് പറഞ്ഞതുപോലെ വോട്ടിനുള്ള സുവർണാവസരമാക്കലാണോ നിങ്ങളുടെ പ്ലാൻ, ശ്യാംരാജ്? കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ ശബരിമലയെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. അതിൽ BJP സംസാരിക്കാറുണ്ട്, കോൺഗ്രസ് സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ശബരിമല ക്ഷേത്രക്കൊള്ള എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രക്കൊള്ളകളിൽ ഒന്നാണെന്നേ. അത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയേണ്ടതാണ് നിങ്ങൾ പറയുന്നത്. ഇന്നും ആ സ്വർണ്ണക്കൊള്ള അതിന്റെ മൂല്യം എത്ര തിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രി, കേരളത്തിലെ പ്രധാനപ്പെട്ട MP, കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാവ്, കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതാവ്, ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊള്ള നടക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്രധാനമന്ത്രി പറയാൻ വേണ്ടിയിട്ട് പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് പറയുന്നേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് പറഞ്ഞെന്തിനാ? ഈ സംസ്ഥാനത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ടുള്ള 4 ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളതിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചിട്ടാണ്. PM സ്വാതിനിധിയുടെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള 10,000 വരുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക്, അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് അവർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ കാര്യം കൂടി പറയേണ്ടി വരുമെന്നേ. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന എല്ലാവിധ കാര്യങ്ങളെ കുറിച്ചിട്ടും പ്രധാനമന്ത്രി പറയും. അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും പറയുന്ന പോലെ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം പറയാനൊന്നും വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടെ എനിക്ക് ഈ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കൂടി ഒരു സമയം എനിക്ക് നിങ്ങൾ ഹാഷ്മി തരണം. കാരണം കഴിഞ്ഞൊരു 10-20 മിനിറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമാണ്. ഒന്ന് മാവോയിസത്തെ കുറിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണെന്നേ. ഞങ്ങൾ ഇവിടെ ഭരണം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ഏകദേശം 135ഓളം ജില്ലകൾ, ഈ 135 ജില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും കൂടിയ സംസ്ഥാനങ്ങളുടെ അത്രയും വലുപ്പത്തിൽ ഈ രാജ്യത്ത് മാവോയിസം ഉണ്ടായിരുന്നു. അതിന്റെ അഫക്റ്റഡ് ഏരിയ ആയിരുന്നു. ഇന്നത് 11 ജില്ലകളിലേക്ക് കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യവിരുദ്ധ സംവിധാനത്തെ, അങ്ങനെ ഒരു രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തെ അനുവദിക്കൂലെന്ന് അത് ഞങ്ങളുടെ BJP സർക്കാരിന്റെ നയം തന്നെയാണ്. അതിനൊരു സംശയം വേണ്ട. അതിനെ നിങ്ങൾ എത്ര വെള്ളം പൂശിയാലും അതിനുവേണ്ടി നിങ്ങൾ എത്ര മുതലക്കണ്ണീർ ഒഴിക്കാനും ഒന്നും നടക്കാൻ വേണ്ടി പോകും. കഴിഞ്ഞ ദിവസം CPയുടെ അഭിപ്രായം ഞാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ JNU കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള മുദ്രാവാക്യം എന്താ കാശ്മി? പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിയുടെ അമിത്ഷാജിയുടെ ചവക്കുഴി തോണ്ടുമെന്ന് JNU മുദ്രാവാക്യം വിളിച്ചില്ലേ അർബൻ നക്സലുകൾ, വിദ്യാർത്ഥികൾ? എന്താ ചെയ്യേണ്ടത്? അതൊന്നും ഇനി രാജ്യത്ത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലാന്നേ. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വർഗീയത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയത എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രമായിട്ടുള്ള മത നിലപാടെടുക്കുന്ന സംഘടനകൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് വരണമെന്ന് പറയുന്ന സംഘടനകൾ, അതങ്ങനെ തന്നെയാണ്. ജനാധിപത്യം പോലും ഇവരുടെ ഐഡിയോളജിക്ക് വിരുദ്ധമാണെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ കഴിഞ്ഞ ദിവസങ്ങൾക്കകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അവർ കൈവിട്ടിട്ടില്ല. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മതരാഷ്ട്രം തന്നെയാണ്, ജനാധിപത്യമല്ല എന്ന് ജമാഅത്ത് പറയുമ്പോൾ ഈ VD സതീശൻ എന്താ പറഞ്ഞത്? VD സതീശൻ പറയണ അവർക്ക് ആ നിലപാടില്ല. എത്ര മോശപ്പെട്ട രീതിയിലാണ് അവർ ഈ വെള്ളപൂശത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമി ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, ഈ ജിയോ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ, നിങ്ങളെപ്പോലെയുള്ള അനവധിയായിട്ടുള്ള മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം ആരെന്താണ് പറയുന്നതും ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് പറയാണ് അവർ മതരാഷ്ട്രമാണ് ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഇസ്ലാമിക് സ്റ്റേറ്റിനെ VD സതീശൻ വെള്ളപൂശിയിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിനെ എന്താ വിളിക്കേണ്ടത്? മുസ്ലിം ലീഗിനേക്കാളും വലിയ വർഗീയ പാർട്ടി ഒന്നും തന്നെയല്ലേ കോൺഗ്രസ് പാർട്ടി വിശേഷിപ്പിക്കുന്നത്. അതിന്റെ സംശയം എന്തായിരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാവായുള്ള KM ഷാജി ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങലാണ്. UDF-ഉം LDF-ഉം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങലാണ്. ഇന്നേ വരെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സഖ്യത്തിൽ കേരളം ഭരിക്കാൻ പോകുന്നില്ല. ശ്യാംരാജ്, ഇവിടെ നിങ്ങൾ വിഘടനവാദികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന PDP-യോടൊപ്പം ചേർന്ന് ഭരിച്ചവരാ നിങ്ങൾ. വോട്ട് വാങ്ങുന്നവരെ അങ്ങനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണോ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണോ? വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ തന്നെ ആരോപണമുള്ള PDP-യുമായി ചേർന്ന് ഭരിച്ചവരാണോ സാറേ നിങ്ങൾ? എന്നിട്ടാണോ വോട്ട് വാങ്ങുന്ന വലിയ ആരോപണം? ആ ഒരു സമയത്ത് ഭരണത്തിൽ വന്നിട്ട് ഇപ്പൊ എന്തായി?
ഇപ്പൊ എന്തായിന്ന് കോർ ഐഡിയോളജി എവിടെ ഹാഷ്മി? അതെങ്ങനെ ശരിയാവുന്നത്? അതങ്ങനെ ശരിയാവും, അതല്ലേ ചോദ്യം. ഇസ്ലാമിയുടെ കോർ ഐഡിയോളജി ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലേ? അതാണെന്ന് അവർ തന്നെ പറഞ്ഞില്ലേ? അതിനേക്കാൾ ഭീകരമല്ലേ വിഘടനവാദം? അതിനേക്കാൾ ഭീകരമാണോ സാറേ വിഘടനവാദം? അങ്ങനെ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഒരു പാർട്ടിയുമായി ചേർന്ന് ഭരിച്ച ഒരു പാർട്ടി വന്നിരുന്ന് വോട്ട് വാങ്ങുന്നതിനെ പറ്റി പറയണോ? കണ്ണിന് മുട്ട കോരി കിടക്കുക, അപ്പോഴാണ് അവന്റെ കണ്ണി മറ്റേ എന്തോ കരളുണ്ടെന്ന് പറയുന്നത്. വിഘടനവാദികൾ എവിടെയാണ് ഹാഷ്മി? ഇപ്പൊ ആ വിഘടനവാദികൾ എവിടെയാണ്? നിങ്ങൾ ഭരിച്ചവരാണോ? ഇപ്പോൾ ആ വിഘടനവാദികൾ എവിടെയാണ്? ചേർന്ന് ഭരിച്ചവരാണോ ശ്യാംരാജ്? എല്ലാത്തിനും തൂത്തെടുത്തിട്ടില്ലേ? ചേർന്ന് ഭരിച്ചവരാണോ ശ്യാംരാജ്? അൾട്ടിമേറ്റ് ചെയ്ത നിങ്ങൾ ചേർന്ന് അധികാരത്തിന്റെ പങ്കാളിത്തത്തിൽ ഭരിച്ചവരാണോ ശ്യാംരാജ്? തീവ്രവാദത്തിനെതിരെ വിഘടനവാദത്തിനെതിരെ ഒരു നടപടി എടുക്കായിരുന്നിട്ടില്ല ഞങ്ങള്. അതിനോട്ട് ഒരു സന്ധി പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിട്ടില്ല. അധികാരത്തിന് വേണ്ടി കൂടിയോ? കാശ്മീരിലെ PDP-യുടെ മറ്റെല്ലാ വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താ? ഏത് കാലഘട്ടത്തിൽ അത് വളരെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്ക് എന്തുണ്ടായിട്ടുള്ളത്? അത് എന്തിനു വേണ്ടി? അധികാരത്തിന്റെ സ്ട്രാറ്റജി അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ് പറയട്ടെ? അല്ല, ഒരധികാരവുമല്ല. എന്നിട്ട് ഇപ്പോഴെന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ കാശ്മീരിൽ എന്താണ് കാശ്മീർ സംഭവിച്ചിട്ടുള്ളത്? എല്ലാം അടങ്ങിയല്ലോ, എല്ലാ വിഘടനവാദവും അടങ്ങിയല്ലോ. പക്ഷെ നിങ്ങൾ ചേർന്ന് ഭരിച്ചതിന് അത് ന്യായമാവുന്നില്ലല്ലോ. നിങ്ങൾ വിഘടനവാദികൾ, തീവ്രവാദികൾ എന്നൊക്കെ അധിക്ഷേപിച്ച ഒരു പാർട്ടിയുമായി ഭരണപങ്കാളിത്തത്തിൽ ഭരിച്ച നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലില്ല, കാരണം നിങ്ങൾ കേരളത്തിൽ അധികാരമില്ല. എന്നിട്ട് പോലും ശോഭാ സുരേന്ദ്രൻ വിളിച്ചോട്ടെ മുസ്ലിം ലീഗിനെ ഒരിക്കൽ? ശ്യാംരാജ്, എന്നിട്ട് പോലും ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ മുസ്ലിം ലീഗിനെ NDA ക്ഷണിച്ചു, ഓർക്കുന്നുണ്ടോ? നിക്കുന്ന ഷാജി എന്താ പറഞ്ഞത്? KM ഷാജി എന്താ? അത് ഒരു സംസാരത്തിനിടയിൽ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ചർച്ച നടന്നുണ്ടോ? ഇല്ലല്ലോ. KM ഷാജി എന്താണ് ഹാഷ്മി പറഞ്ഞിട്ടുള്ളത്? അവര് UDF സർക്കാർ പറയട്ടെ UDF സർക്കാർ അധികാരത്തിൽ വരുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് തിരുത്തിയ കോൺഗ്രസ് പാർട്ടി. എന്ത് ന്യായമുള്ളത്? കേരളം നമ്മൾ താഴേക്ക് 40 വട്ടം മതേതരത്വം പറഞ്ഞിട്ട് UDF അധികാരത്തിൽ വരുന്നത്, കോൺഗ്രസ് അടക്കമുള്ള UDF സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒരു മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ തിരുത്തിയിട്ടില്ലല്ലോ. ഇന്നും തിരുത്തപ്പെട്ടിട്ടില്ലല്ലോ. മതമാണ് പ്രശ്നമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്നും തിരുത്തിയിട്ടില്ലല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളത് എല്ലാം വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് കോൺഗ്രസും അടക്കമുള്ള UDF തിരിച്ച് അധികാരത്തിൽ പറഞ്ഞപ്പോൾ തിരുത്തിയോ? അതെന്ത് മതരാഷ്ട്രമല്ലാതെ കഴിഞ്ഞില്ല. മറുവശത്ത് ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറയുന്നത്? ഇത് കഴിഞ്ഞില്ലെന്ന്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്ത് എങ്ങനെ മാന്യന്മാരാകുന്നത്? ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വീടുകളിൽ അവര് ഒരു ലഹള നടത്തി, അവരെ ബാൻ ചെയ്ത സമയത്ത് അവരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വരെ സ്ലോ ഡൗൺ ചെയ്യിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിരിച്ചുവിട്ടവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ ഇവർ എല്ലാവരും നടത്തുന്ന നടപടി ഒന്ന് തന്നെയാണ്, എല്ലാവരും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഈ വിഘടനവാദത്തെ, ഈ തീവ്രവാദ സംഘടനയെ, ഇസ്ലാമിക് സ്റ്റേറ്റ് വരണമെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിക്കുന്ന വെള്ളപൂശുന്ന നിലപാടാണെന്നേ. അതിനെതിരെ ഞങ്ങൾ പറയും, ഇനിയും പറയും. ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്? മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണോ? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചിട്ട് ഞങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഞങ്ങൾ പറയുമ്പോൾ മാത്രം തെറ്റെങ്ങനെയാവുന്നത്? പൊതു ചർച്ച ഉണ്ടാകുന്നു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നു, പിന്നെ ഞങ്ങൾ പറയുമ്പോൾ മാത്രം അങ്ങനെ തെറ്റുണ്ടാകുന്നത്? അധികാരത്തിന് വേണ്ടി കാശ്മീരിൽ PDP-യുമായി ചേർന്ന് ഭരിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഉപ്പായത്തിനും ആ കറയില്ല എന്ന് പറയല്ലേ ശ്യാംരാജ്? ബാക്കി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുമ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.